തിരുവനന്തപുരത്തുള്ളവർക്ക് ഒരു ചെറിയ റണ്ണിങ് ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. ഈ വരുന്ന നവംബർ 2-ന് ഇന്ത്യൻ എയർഫോഴ്സ് സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തോൺ നടത്തുന്നുണ്ട്. ഹാഫ് മാരത്തോൺ, 10K, 5K എന്നീ റേസ് കാറ്റഗറീസ് ആണുള്ളത്. ഏതൊരു റണ്ണിങ് കാറ്റഗറി നിങ്ങൾ എടുത്താലും രജിസ്ട്രേഷൻ ഫീ വരുന്ന 299 ഞാൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് കണ്ടത്. ഇതൊരു ടൈംഡ് റൺ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാവാൻ പറ്റിയത്. കാരണം ഇതിൻ്റെ മെയിൻ ഇവൻറ്റ് നടക്കുന്നത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അതും നവംബർ 2-ന് തന്നെയാണ്. അതേ സമയത്ത് 60 വേറെ ലൊക്കേഷൻസ്, അതായത് ഈ എയർഫോഴ്സിൻ്റെ കമാൻഡ് സെൻറ്ററുകൾ വരുന്ന 60 ലൊക്കേഷൻസിലും കൂടി ഈ റണ്ണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. എല്ലായിടത്തും തരുന്നില്ല. ചിലയിടത്ത് ഡിഫൻസ് പേഴ്സണൽസിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. പക്ഷേ ട്രിവാൻഡ്രം SACയിൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹാഫ് മാരത്തോണിന്. അപ്പോൾ ടൈംഡ് റണ്ണിൻ്റെ ഒരു പ്രഷറൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഹാഫ് മാരത്തോണോ 10Kയോ 5Kയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇവൻ്റാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഒക്ടോബർ 19-ന് ഡൽഹിയുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാ റീജിയൻ്റെയും ക്ലോസ് ആവുമെന്നാണ് അവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡൽഹി 26 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവൻറ്റിന് ഡൽഹിയിലോ ട്രിവാൻഡ്രത്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ റീസെൻ്റ്ലി നടന്ന റണ്ണിങ് ഇവൻറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറച്ച് രജിസ്ട്രേഷൻ ഫീ വരുന്ന ഒരു ഇവൻറ്റ് കൂടിയാണിത്. സോ ഹൈ രജിസ്ട്രേഷൻ ഫീസ് കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ ഈ ഇവൻറ്റിന് നമ്മൾ ട്രിവാൻഡ്രത്ത് ഓടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിബ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ടീഷർട്ടും ഫിനിഷേഴ്സ് മെഡലും ഉണ്ടാവും എന്നാണ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഓപ്ഷനിൽ കണ്ടത്. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വരും. നിങ്ങൾ ഡിഫൻസ് പേഴ്സണൽ ആണോ യെസ് നോ കൊടുക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ. സോ ആ ഓപ്ഷനിൽ ഞാൻ ആദ്യം നോ കൊടുത്ത സമയത്ത് എനിക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണെന്നൊരു സംഭവമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് ചെയ്ത സമയത്ത് യെസ്സും നോയും കൊടുക്കാതെ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ക്ലോസ് ചെയ്ത സമയത്ത് എനിക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ആ ഡിഫൻസ് പേഴ്സണലിൻ്റെ ഒരു പോപ്പപ്പ് വരുന്ന സമയത്ത് നിങ്ങളൊരു ഡിഫൻസ് പേഴ്സണൽ അല്ല, അല്ലെങ്കിൽ എന്നെപ്പോലെ നോ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നോ കൊടുത്തിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഡിഫൻസ് പേഴ്സണലിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്ന പേജിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും അപ്ഡേറ്റ്സും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.